വെച്ചാൽ ഞങ്ങളിന്ന് ലുലു മാളിൽ പോവാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഗൈസ്. അപ്പോൾ നമ്മളിനി ലുലു മാളിലേക്കുള്ള യാത്ര തുടങ്ങാൻ പോകണം. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിലെ MS പാളയിൽ ഞങ്ങൾ ഓട്ടോ വിളിച്ചു. ഊബർ വിളിച്ചിട്ട് ഞങ്ങൾ സ്ട്രെയിറ്റ് ലുലു മാളിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ല കേട്ടോ, ഇന്ന് സൺഡേ ആണ്. അപ്പം ഞങ്ങളിന്ന് ഇന്നൊരു ഡോക്ടറൊക്കെ കാട്ടി അങ്ങനെ പോരുന്ന വഴിയാണ്. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊന്ന് ലുലു മാളിൽ പോയി ഒന്ന് കറങ്ങി വന്നാലോ എന്നിട്ടോ, അങ്ങനെ പോണേ. അപ്പോൾ എൻ്റെ കൂടെ പോണത് എൻ്റെ താത്ത കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കൊന്നും ക്ലാസ് ഇല്ല. അപ്പം ഞങ്ങളൊന്നും കറങ്ങാൻ ഇറങ്ങിയതാട്ടോ. അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ സിറ്റി കറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇറങ്ങും, പക്ഷെ പോയി എത്തുന്നത് ലുലു മാളിലാണ് ഗൈസ്. അതങ്ങനെയാണ്. അപ്പം നമുക്ക് ലുലു മാൾ. അപ്പോൾ ഗൈസ് നമ്മളെ ലുലു മാളിൽ എത്തിട്ടോ. അപ്പോൾ നമ്മളിത് അതിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം നമുക്കിനി ഉള്ളോട്ട് പോവാം. ഇത് ബാംഗ്ലൂർ ലുലു മാളാട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആവാണ് ഗൈസ്. അപ്പം ഞങ്ങൾ സ്റ്റെപ്പ് കയറി ഉള്ളിലോട്ട് പോകാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി. അപ്പം നമുക്കിനി ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഗൈസ്. നമ്മളിനി ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ മേലേക്ക് പോവാണ്. നല്ല വിശപ്പുണ്ട്, നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളെ ഫുഡ് കോർട്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി മേലേക്ക് ഫുഡ് കോർട്ടൊക്കെ പോവാം കേട്ടോ. പകുതി അവിടെ ഫുൾ കാലിയാണ് കേട്ടോ. ഇവിടെ സാധാരണ ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല ഇത്. അപ്പോൾ ഗൈസ് നമ്മളെ സെക്കൻഡ് ഫ്ലോറിലെത്തിട്ടോ. പിന്നെ ഞങ്ങൾ ചിക്കൻ ഓർഡർ ചെയ്തു. ഇപ്പം ഞങ്ങൾ ഇതാ വെയിറ്റിങ്ങിലാണ്. ഗൈസ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. നമുക്ക് അപ്പോൾ ഞങ്ങൾ ചിക്കനിൻ്റെ 2 റൈസും ആട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഒരു ബക്കറ്റും കുറച്ച് സ്ട്രിപ്സും പിന്നെ കുറച്ച് റൈസും 2 റൈസിൻ്റെ മറ്റേ ബോക്സ് ആട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി ഗായ്സ്. നല്ല രസമുണ്ടായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഭയങ്കര നമ്മൾ കേരളത്തിൻ്റെ പോലെയൊന്നുമല്ല കേട്ടോ, ഒരു കർണാടക ബിരിയാണി ടേസ്റ്റാണ്. പക്ഷെ ബോറൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. നമ്മളെ ഫുഡ് എവിടെ സ്റ്റുഡിയോ ഒന്നുമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് സ്റ്റുഡിയോയിൽ പോകണം. നമുക്ക് അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഒന്ന് സ്റ്റുഡിയോയിൽ കണ്ടതിന് മുന്നേ വെസ്റ്റ് സൈഡിലൊന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ പോകട്ടെ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങണ മാത്രമേ ഉള്ളൂ, ഞങ്ങളൊന്നും വാങ്ങണമൊന്നുമില്ല. ഞാനും എൻ്റെ താത്തയും പോയോണ്ടാട്ടോ ഒന്നും വാങ്ങാത്തത്. ഞങ്ങൾ സാധനം വാങ്ങാനല്ലേ അതുകൊണ്ടൊക്കെ ഞങ്ങൾ മറ്റേ ചിക്കൻ വാങ്ങി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇതാ ഞങ്ങൾ വെറുതെ ഒന്നും വാങ്ങണമെന്നില്ല, ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒക്കെ നോക്കി അതിൽ സംതൃപ്തിപ്പെട്ട് ഞങ്ങളിങ്ങനെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ മേലോട്ട് കയറി, മറ്റേ ടോപ്പത്തെ അങ്ങോട്ട് കയറി കേട്ടോ. അവിടുന്ന് ഞാനൊരു വാട്ടർമെലൺ ജ്യൂസും കുടിച്ചു, താത്ത ഒരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു. അങ്ങനെ അതിൻ്റെ ശേഷം ഞങ്ങളൊരു ഫലൂഡ അതും വാങ്ങി ഗൈസ്. ഞങ്ങൾക്ക് കൺമഷി വാങ്ങാനുള്ള പൈസ ഒന്നുമില്ല, ഇതൊക്കെ വാങ്ങാനുള്ള പൈസ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഞങ്ങൾ അത് കുടിച്ചതിന് ശേഷം പിന്നെയും ഞങ്ങൾ എന്താ പറയുക അടിക്ക് പോയി. അവിടുന്ന് പ്രത്യേകിച്ച് പിന്നെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ആയിക്കൂടെ പിന്നെ ഇങ്ങനെ കറങ്ങി നടന്നു. അങ്ങനെ പൈസ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇവിടെ പ്രത്യേകിച്ച് ഇനി ഒന്നും ഇല്ലയെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് താഴോട്ട് ഇറങ്ങാമെന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെല്ല ഇങ്ങനെ ചുറ്റി കറങ്ങി ഞങ്ങളിങ്ങനെ ഇവിടെയൊക്കെ വെറുതെ കാണാൻ വന്നതാണ്. ഇതൊന്നും ഇപ്പോൾ ഞങ്ങൾ വാങ്ങാനൊന്നും പോണില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ആയിക്കോടൊക്കെ ഇങ്ങനെ പോയി ആയിക്കോടൊക്കെ കറങ്ങി വന്നു. അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ കുറേ ചെടികളുണ്ട്. എന്തോ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നു. ഇവിടെ ഓരോ ടൈമിലും ഓരോ സംഭവങ്ങളുണ്ടാവും കേട്ടോ. എന്നാൽ അത് കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ പോയി. ഇത് ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു വണ്ടിയാണ്. അവിടെ ഞങ്ങളൊന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും ഞങ്ങളെ യാത്രയല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ നടക്കൽ തുടങ്ങി.
അപ്പം നമ്മളിതാ ഏകദേശം ഫ്രണ്ടിലെത്തി ഗായ്സ്. ഇവിടെയും കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. ഇതെന്താണെന്നറിയില്ല, ലുലുമാള് മുഴുവൻ ചെടികളേനു കേട്ടോ. പ്രാവശ്യം കുറേ ചെടികളുണ്ടേനു, വെറൈറ്റി ചെടികൾ. ഇങ്ങനത്തെ മേരിഗോൾഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ടേനു, മറ്റേ ചെമ്പരത്തിപ്പൂവ്, പിന്നെ ഇങ്ങനത്തെ പല ടൈപ്പ് പൂവുകളും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നിങ്ങൾക്ക് എന്ത് പൂവാന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങളങ്ങനെ സൂം ചെയ്ത് കാണിച്ചത്. നിങ്ങൾക്ക് എന്താ പൂവെന്ന് അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഗൈസ്, ഞങ്ങൾക്ക് അറിയില്ല. ഇങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും പോകാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഇങ്ങനെ തേങ്ങ, മറ്റേ മുളച്ച തേങ്ങ ഉണ്ടായിരുന്നു, അത് കണ്ടു ഗൈസ്. ഇതൊന്നും വാങ്ങാൻ പൈസ ഇല്ല, ഞങ്ങൾ ഫുൾ തീർന്നു ഗൈസ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും പോയി. ഇത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് പൂവാണ്, കുറച്ചല്ല കുറേ പൂവുണ്ട് കേട്ടോ. അങ്ങനെ അത് കണ്ടു. ഒരു ഇതിന് 10 ഉറുപ്പ്യ കേട്ടോ. അങ്ങനെ അത് കണ്ടു. പിന്നെയും ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഞങ്ങൾ നോക്കി നിന്നു. അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇതാക്കണ്ട്, ഇവിടെ ബോർഡുണ്ട് 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ അതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ വാങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നും വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ ടോയ്സിൻ്റെ സെക്ഷനൊക്കെ പോയി. അത് ഞങ്ങളിങ്ങനെ അവിടേക്ക് പോകണമല്ലോ കേട്ടോ, ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടേക്ക് എത്തണതാണ്. അങ്ങനെ ടോയ്സിൻ്റെ സെക്ഷനിൽ ഞങ്ങളിതാ ഇങ്ങനത്തെ കുറേ ടോയ്സിൻ്റെ അവിടെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ആ കുറേ ടോയ്സ് ഇങ്ങനെ നോക്കി ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. പിന്നെ മീനിൻ്റെ സെക്ഷനിലെത്തി ഗൈസ്. ഇതൊന്നും ഞങ്ങൾ വാങ്ങാനൊന്നും പോണില്ല, വെറുതെ ഇങ്ങനെ കാണാം. പിന്നെ ഇതും കുറേ സാലഡ്, പിന്നെ പിക്കിൾസ്, അതിൻ്റെ ഒക്കെ സെക്ഷനാണ്. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഹമ്മസ് വാങ്ങി. പിന്നെ ഞങ്ങൾ ഒന്നും വാങ്ങിയില്ല. അത് കഴിഞ്ഞ് അത് ബില്ലാക്കി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇവിടെ നടന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്